നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,485 ദിവസമാണ്. ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്ത ദിനങ്ങൾക്കാണ് കലിദിനം എണ്ണിത്തിറങ്ങിയിട്ടുള്ളത്. മലയാള സമ്പ്രദായത്തിലെ കൊല്ലവർഷക്കണക്കനുസരിച്ച് 1201 ആണ്ട് കന്നിമാസം 16-ാം തീയതിയാണ്. ശകവർഷം 1947 ആശ്വിന മാസം 10-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ഒക്ടോബർ മാസം 2-ാം തീയതിയാണ്. ഇന്ന് തിഥി വരുന്നത് ദശമി തിഥിയാണ്. ശുക്ലപക്ഷത്തിലെ ദശമിയാണ്. ഇന്ന് വൈകിട്ട് 7:11 വരെയുള്ള സമയത്ത് ദശമി തിഥി വരുന്നുണ്ട്. തുടർന്ന് ഏകാദശി ആണ്. നക്ഷത്രം വരുന്നത് ഉത്രാടം നക്ഷത്രമാണ്. രാവിലെ 9:13 വരെയാണ് ഉത്രാടം നക്ഷത്രമുള്ളത്. അത് കഴിഞ്ഞ് തിരുവോണം നക്ഷത്രമാണ്. കരണം വരുന്നത് കഴുതക്കരണമാണ്. രാവിലെ 7:12 വരെയുള്ള സമയത്താണ് കഴുതക്കരണം. നിത്യയോഗം വരുന്നത് സുകർമ്മനാമ നിത്യയോഗമാണ്. രാത്രി 11:28 വരെയുള്ള സമയത്ത് ഈ നിത്യയോഗമുണ്ട്. ഞാറ്റുവേല അത്തം ഞാറ്റുവേലയാണ്. ശരത്ത് ഋതുവാണ്. ദക്ഷിണ അയനമാണ്. ഇന്ന് ദിവസം വ്യാഴത്തിൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് രാവിലെ ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:15 47 ഉദയം വരുന്നു. വൈകിട്ട് 6:10 36 അസ്തമയം സംഭവിക്കുന്നു. മധ്യ കേരളത്തിലേതാണ് ഉദയാസ്തമയങ്ങൾ ഇവിടെ പറയുന്നത്. ഏതാനും സെക്കൻഡുകൾ തെക്കോട്ടും വടക്കോട്ടും പോകും തോറും ഉണ്ടാകുന്നതാണ്. ഇന്നത്തെ ദിനമാനം 11 മണിക്കൂർ 54 49 പകലിൻ്റെ ദൈർഘ്യമാണ് ഈ ദിനമാനം എന്ന് പറയുന്നത്. രാഹുകാലം വരുന്നത് ഉച്ചയ്ക്ക് 1:42 മുതൽക്ക് 3:11 വരെയുള്ള സമയത്താണ്. ഗുളികകാലം വരുന്നത് രാവിലെ 9:14 തുടങ്ങി 10:43 വരെയുള്ള സമയത്താണ്. യമകണ്ഠക കാലം വരുന്നത് 6:15 തുടങ്ങി 7:45 രാവിലെ വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും ശുഭകർമ്മങ്ങൾക്ക് വർജിച്ചിട്ടുള്ളതാണ്. ഇന്ന് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:49 തുടങ്ങി 12:11 വരേക്കും. തുടർന്ന് മധ്യത്തിലുള്ള 4 മിനിറ്റ് വർജിച്ചിട്ട് 12:15 മുതൽക്ക് 12:37 വരെയുള്ള സമയത്താണ്. മറ്റ് മുഹൂർത്തങ്ങളില്ലാത്ത ദിവസങ്ങളിൽ ഈ ഒരു അഭിജിത്ത് മുഹൂർത്തം എല്ലാത്തിനും ശുഭമായിട്ട് എടുക്കാം എന്ന് ആചാര്യ സമ്മതമുള്ളതാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് മിഥുനക്കൂറുകാർക്കാണ്. മകയിരത്തിൻ്റെ അര, അവസാനത്തെ 2 പാദം, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ പാദം ഈ നക്ഷത്രക്കാർക്ക് ചന്ദ്രൻ അഷ്ടമത്തിൽ വരികയാൽ ഇന്നത്തെ ദിവസം പൊതുവെ അനുകൂലമായിട്ടുള്ള ദിവസം അല്ല. ശുഭകർമ്മങ്ങൾക്ക് യാത്ര പോവുക അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുക ഇതൊക്കെ ഇന്നേ ദിവസം ഈ നക്ഷത്രക്കാർ ഒഴിവാക്കേണ്ടതാണ്. ഇന്ന് നക്ഷത്രം വരുന്നത് ഉത്രാടം നക്ഷത്രമാണ്. സ്ഥാപനം, വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഗൃഹപ്രവേശം, ബീജാവാപം, അതായത് വിത്തുകൾ നടുക മുതലായിട്ടുള്ളവയ്ക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള ദിവസമാണ്. ശുക്ലപക്ഷത്തിലെ ദശമി തിഥിയാണ്. വിവാഹ ആദ്യ കാര്യങ്ങൾ, മംഗളകർമ്മങ്ങൾ, ഭൂഷണം അതായത് ആഭരണങ്ങൾ ധരിക്കുക, ഗൃഹപ്രവേശം നടത്തുക, ഗജം, അശ്വം, അതുപോലെ രാജ്യകാര്യങ്ങൾ, രാജാവിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയും ദശമി തിഥി അനുകൂലമാണ്. പ്രത്യേകിച്ച് ഇത് വിദ്യാരംഭത്തിൻ്റെ ദിവസവുമാണ്. ഇന്നേ ദിവസം രാവിലെ ഗുരു, ഗണപതി, വേദവ്യാസൻ, സരസ്വതി എന്നീ ദേവന്മാരെ പൂജിച്ചതിന് ശേഷം വിദ്യാരംഭം തുടങ്ങാൻ അനുകൂലമായിട്ടുള്ള ദിവസമാണ്. നൂതന വിദ്യാരംഭവും അതുപോലെ എല്ലാ വർഷവും അവരവർ ആർജിക്കുന്ന കഴിവുകളെ വീണ്ടും പൂർണ്ണമായിട്ട് ഭഗവതിക്ക് അഷ്ടമി തിഥിയിൽ സമർപ്പിച്ചിട്ട് ആ ദേവിയിൽ നിന്ന് എല്ലാ തരത്തിലുള്ള ജ്ഞാനങ്ങളും കേടുപാടുകൾ തീർത്ത് തിരിച്ച് ആ ദേവിയിൽ നിന്ന് സ്വീകരിക്കുന്ന ചടങ്ങാണ് വിദ്യാരംഭം എന്ന് പറയുന്നത്. ഇന്ന് വിദ്യാരംഭത്തിൻ്റെ ദിവസമാണ്. എല്ലാവർക്കും വിദ്യാരംഭത്തിൻ്റെ ആശംസകൾ നേരുന്നു. നമസ്കാരം.